നമുക്ക് ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ പഠനത്തിലേക്ക് കയറാം. ഇതിന്റെ ഒരു പശ്ചാത്തലം, ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ലിറ്ററേറ്ററി കോണ്ടെക്സ്റ്റിലോട്ട് പോയാൽ സിറ്റി ഓഫ് കൊരിന്ത് അതൊരു മേജർ സിറ്റിയാണ്, ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ്. ഏഷ്യൻ ഗ്രീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഈ കൊരിന്ത് എന്ന് പറയുന്ന സിറ്റി. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ റോമൻ ഇൻ BC 146. അതിനുശേഷം ഇത് ജൂലിയസ് സീസർ ഇത് 44 ഇത് റീബിൽഡ് ചെയ്യുന്നു. അത് റോമൻ കോളനി ആയിട്ട് പിന്നെ തുടരുന്നു. അതിനുശേഷം വളരെ വലിയ ഒരു വാണിജ്യ സെന്റർ ആയിട്ട്, ഒരു മാർക്കറ്റിംഗ് പ്ലേസ് ആയിട്ട് ഈ സ്ഥലം മാറുന്നു. ഇതൊരു പോർട്ട് സിറ്റിയാണ്. നമുക്ക് സെയിന്റ് ജോണിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഏത് പോർട്ട് സിറ്റിയിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അവിടെ അനേക ആൾക്കാർ, മറ്റ് കൾച്ചറിലുള്ളവർ, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടന്നു വരികയും ഒരുപാട് ബിസിനസ് ഒക്കെ നടക്കുവാനായിട്ട് ഒരു പോസിബിലിറ്റി ഉള്ള ഒരു സിറ്റി ആയിരുന്നു കൊരിന്ത്യ സിറ്റി, അല്ലെ കൊരിന്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഈ സിറ്റിയിൽ ഉണ്ട്. ഒന്ന്, മണി, ഒരുപാട് പൈസ വരുന്ന ഒരു സിറ്റിയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഇമ്മോറാലിറ്റീസ് ഒരുപാട് ഉള്ള ഒരു സിറ്റി ആയിരുന്നു. ഈ രണ്ട് കാര്യത്തിലും കൊരിന്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇന്നത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ന്യൂയോർക്കോ ലാസ് വേഗാസോ ഒക്കെ പോലെ വളരെ ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന, അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് കടന്നു വരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഈ സ്ഥലത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഒരു അഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ഒരു ആലയം ഇവിടെ ഉണ്ടായിരുന്നു. പ്രോസ്റ്റിറ്റ്യൂട്ട്സും സെക്ഷൽ ഇമ്മോറാലിറ്റീസും ഒക്കെ ഉള്ള 1000-ലധികം ദേവദാസിമാര് ഉള്ള അങ്ങനെയുള്ള ഒരു സ്ഥലം. അപ്പം എന്തിനാ ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞെങ്കിലേ ഈ പൗലോസ് എഴുതിയ ഈ ലെറ്ററിൻ്റെ അതിൻ്റെ പൂർണ്ണ ഉള്ളടക്കം നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇവിടെ പൗലോസ് തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഇവിടെ വന്ന് താമസിച്ചു. AD 50-51 സമയങ്ങളിൽ താൻ ഇവിടെ വന്ന് ഏതാണ്ട് 18 മാസക്കാലം ഈ സ്ഥലത്ത് താമസിച്ച് താൻ അവിടുത്തെ ദേവാലയങ്ങളിൽ സംസാരിക്കുകയും അവിടെ തൻ്റെ ജോലിയായ ടെൻറ്റ് മേക്കിംഗ്, കൂടാരപ്പണി ചെയ്ത് അക്വില പ്രിസ്കില്ല തുടങ്ങിയ ദമ്പതികളുടെ കൂടെ താമസിച്ച് അവിടെ പ്രസംഗിച്ച് അങ്ങനെ ഉണ്ടായ ഒരു ദൈവസഭയാണ് കൊരിന്ത് സഭ. എന്നാൽ ഈ ലേഖനം എഴുതുന്നത് തൻ്റെ 3-ാം മിഷണറി യാത്രയിൽ എഫെസോസിൽ വെച്ചിട്ടാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. അതിന് കാരണം താൻ അവിടുന്ന് തൻ്റെ ആ ചർച്ചിൽ നിന്ന് അവിടെ കേട്ട ചില വിഷയങ്ങൾ, പർട്ടിക്കുലറായിട്ട് ചർച്ചിലുണ്ടായ ചില വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു ലെറ്ററാണ് ഈ കൊരിന്ത്യൻസ്. അപ്പോൾ തന്നെ ഇതിനകത്ത് ഈ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കിയാൽ, പലപ്പോഴും നമ്മൾ ഈ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതെല്ലാം ഒരു ഒറ്റ ലെറ്ററാണ്. എങ്കിലും നാം അത് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഓരോ അധ്യായങ്ങളായിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഒരു ലെറ്റർ വായിക്കുന്നത് പോലെ, ഒരു കത്ത് വായിക്കുന്നത് പോലെ നമുക്ക് വായിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പൗലോസ് എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാര്യം നാം എപ്പോഴും ഇത് വായിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വായിക്കാതെ ഇതൊരു തുടർമാനമായിട്ട് വായിച്ചെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലെറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു വിഷയത്തെയാണ് പിന്നെയും പല അധ്യായങ്ങളിലും അത് പിന്നെയും അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വീട്ടിൽ പോയി പിന്നെയും വായിക്കുക, പഠിക്കുക. അതിനുശേഷം ദൈവാത്മാവ് തന്നിട്ടുള്ള ആലോചനകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള സാവകാശമുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സാവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന്
കാണുന്ന ഏറ്റവും വലിയൊരു വിഷയം, നാം പലപ്പോഴും ദൈവവചനമൊക്കെ ഒരുപാട് പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കേഷൻ തലത്തിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് എൻ്റെ ജീവിതം ഈ ഒരു വിഷയത്തിനകത്ത് മാറേണ്ടതായിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്ത നാം ഒന്ന് എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വേദപഠനമൊക്കെ നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഇന്ന് 3 ഭാഗങ്ങളാണ് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത് പൗലോസ് ഒരു സല്യൂട്ടേഷൻ ആണ് ആ സഭയോട് ഉള്ള ഒരു ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം അവരെക്കുറിച്ച് താങ്ക്സ് ഗീവിങ്, പിന്നെ 3-മത്തത് ആ ഒരു ബോഡിയായിട്ട് അഡ്രസ്സ് ചെയ്തേക്കുന്ന അവിടെ ചർച്ചിലുണ്ടായ ഒരു മെയിൻ വിഷയമാണ്. അപ്പോൾ തന്നെ നമ്മളൊക്കെ ഇപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യും, ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണോ, ഇന്ന ആളെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ലെറ്റർ എഴുതിയേക്കുന്നത്, ഡിയർ സോ ആൻഡ് സോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടന്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം നമ്മൾ സൈൻ ചെയ്യാറുണ്ട്, ആരാണ് ലെറ്റർ എഴുതിയെന്നുള്ള കാര്യം അവസാനമായിട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാൽ നമ്മൾ അവസാനം സൈൻ ചെയ്യുന്നതാണ് പൗലോസ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആദ്യം ആരാണ് ലെറ്റർ എഴുതുന്നത് എന്നുള്ള കാര്യമാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് ആർക്കാണ് അഡ്രസ്സ് ചെയ്തേക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ 1-മത്തെ വാക്യത്തിൽ തൊട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. 1-മത്തെ വാക്യം, Paul, called to be an apostle of Christ Jesus by will of God, and our brother Sosthenes. അപ്പൊ ഇത് പൗലോസിനെ ആദ്യം തന്നെ വേദപുസ്തകത്തില് നമ്മുടെ ഇങ്ങനെ വായിക്കാം, ദൈവഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്. അപ്പൊ ആദ്യം പൗലോസ് ആരാണെന്നുള്ളതും പൗലോസിന്റെ വിളി എന്താണെന്നുള്ളതും പൗലോസ് ഇവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നു. താന് അപ്പോസ്തലനാണ്. അപ്പോസ്തലൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം സെൻഡ് വൺ, മെസ്സഞ്ചർ, കോൾ ടു ബി ആൻ അപ്പോസ്റ്റൽ. ആദ്യം പൗലോസിന്റെ പേര് താൻ അവിടെ പറഞ്ഞതിന് ശേഷം താൻ പറഞ്ഞിരിക്കുന്നു തൻ്റെ ഈ ചർച്ചുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, എന്തിനു വേണ്ടി താൻ എഴുതുന്നു, അല്ലെങ്കിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും സെൽഫായിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, പകരം ദൈവം എന്നെ ഈ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്നുള്ള കാര്യം, പൗലോസ് ആരാണെന്നുള്ള ഒരു ബോധ്യം അത് ദൈവസഭയ്ക്ക് എഴുതുന്നു. അതിനകത്ത് തന്നെ അതൊരു പാസീവ് വോയിസ് ആയിട്ടാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് തന്നാൽ അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിലെ താല്പര്യത്താൽ സംഭവിച്ചതല്ല. ഈ ഒരു ഇനിഷ്യേറ്റീവ് ഗോഡ്സ് ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അതുകൊണ്ടാണ് കോൾ ടു ബി ആൻ അപ്പോസ്റ്റൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തി നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നാം ഏത് ശുശ്രൂഷകൾ ചെയ്താലും ഈ ഒരു ബോധ്യം നമ്മുടെ അകത്തുള്ളത് നല്ലതായിരിക്കും. നാം ദൈവത്താൽ അയക്കപ്പെട്ടത്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ പ്രത്യേക താല്പര്യത്താൽ ആ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അയക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള ഒരു ബോധ്യം അത് നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ നമ്മളെ സഹായിക്കും. പലപ്പോഴും ചലഞ്ചസ് വരുമ്പോഴും സ്ട്രഗിൾസ് വരുമ്പോഴും ഒക്കെ ഈ ഒരു ബോധ്യം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സഹായിക്കും. ഇവിടെ പൗലോസിന്റെ ലീഡർഷിപ്പിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനോട് പൗലോസ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടത്താൽ വന്ന ഒരു വ്യക്തിയല്ല, പകരം ദൈവത്താൽ ഞാൻ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത്, ബൈ ദ വിൽ ഓഫ് ഗോഡ് പോൾ ഗ്രൗണ്ട്സ് ഹിസ് അതോറിറ്റി ഇൻ എ ഡിവൈൻ അപ്പോയിൻമെന്റ്. പലപ്പോഴും ആ ഒരു ചോദ്യം നമ്മളോട് തന്നെ നാം ചോദിക്കണം, അല്ലെങ്കിൽ ഇത് നമ്മളെ ബലപ്പെടുത്തുന്നതായിട്ട് തീരണം. നമ്മൾ ഒരു ഡിവൈൻ അപ്പോയിൻമെന്റ് ആണ്, മനുഷ്യരാൽ ഉണ്ടായ ഒരു അപ്പോയിൻമെന്റിലല്ല നമ്മുടെ ശുശ്രൂഷകളൊക്കെ നിൽക്കേണ്ടത്. ലീഡർഷിപ്പിനൊക്കെ ആ ഒരു ബോധ്യം വേണം, എന്നെ ദൈവത്താൽ തെരഞ്ഞെടുത്തതാണ്, അല്ലെങ്കിൽ ദൈവമാണ് എന്നെ അയക്കുന്നത്. മനുഷ്യരുടെ ക്രെഡൻഷ്യൽസും അപ്രൂവലും ഒക്കെ ഉണ്ടെങ്കിലും പൗലോസ് അതാ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ജെറുസലേമിലെ അപ്പോസ്തലന്മാരുടെ അപ്രൂവലും ക്രെഡൻഷ്യലും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഈ സ്ഥാനം അല്ലെങ്കിൽ എൻ്റെ ഈ പൊസിഷൻ ഞാൻ എൻട്രസ്റ്റ് ചെയ്യുന്നത് അത് വിൽ ഓഫ് ഗോഡ് ആണെന്നുള്ളതാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്തിൻ്റെ ആ പ്രത്യേക പദ്ധതിയാൽ, ദൈവത്തിൻ്റെ വില്ലിലുള്ള
ഒരു കാര്യമാണ് എൻ്റെ ലീഡർഷിപ്പ് എന്നുള്ളതാണ് പൗലോസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫാക്ട്. അതിൻ്റെ ആദ്യത്തെ പദത്തിൽ തന്നെ, ആദ്യത്തെ വാക്യത്തിൽ തന്നെ പൗലോസ് താൻ ആരാണെന്നുള്ള ഒരു കാര്യം താൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാം ക്രിസ്തുവിൽ ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ക്രിസ്തു എന്നെ എവിടെ ആക്കിയിരിക്കുന്നു, എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിൽ എന്താണ്, ഇത് മനസ്സിലാക്കുക എന്നുള്ളത് ഏത് ഒരു വിശ്വാസിയുടെയും ജീവിതത്തിലെ തൻ്റെ ഒരു ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് തീരും. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിൽ എന്താണ്, അത് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു ബോൾഡ്നെസ് ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയാകും. അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് തന്നെ എഴുതുന്നത്. ആർക്ക് വേണ്ടിയിട്ട് എഴുതുന്നു എന്നുള്ളത് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ്, ഈ കോൺഗ്രിഗേഷന് വേണ്ടിയിട്ട് പൗലോസ് എഴുതുകയാണ്. ഒരു സിവിക് അസംബ്ലിക്ക് വേണ്ടിയിട്ട് പൗലോസ് എഴുതുകയാണ്. അപ്പോൾ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ എഴുതുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല. പോൾ യൂസ് ദ വേർഡ് ഡിസ്ക്രൈബ് ദ ഗോഡ്സ് കവനന്റ് കമ്മ്യൂണിറ്റി. കർത്താവിനാൽ വിളിക്കപ്പെട്ട, ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവമായിട്ടൊരു കവനന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഈ കവനന്റ് എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, സാന്റിഫൈഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. ഇതൊരു പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ആകപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധീകരണം അത് ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് നടന്ന ഒരു കാര്യമാണ്. പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ആക്ഷൻ, ബട്ട് ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് റിസൾട്ട്. ഈ സാന്റിഫിക്കേഷൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ആക്ഷനാണ്. ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുവാനുള്ള, വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള സകലതും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധീകരണം, നാം ദൈവസന്നിധിയിൽ വിശുദ്ധരാണ്. ദൈവസന്നിധിയിൽ നമ്മളെ വിശുദ്ധരെന്ന് ദൈവം എണ്ണിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ടെൻസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളെ ദൈവം സെറ്റ് അപ്പാർട്ട് ആസ് എ ഹോളി ബൈ ഡിസിസീവ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിക്ക് ആവശ്യമായതെല്ലാം ദൈവം ചെയ്തു. ഇത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇനി എത്ര പാപിയാണെന്ന് പറഞ്ഞാലും ദൈവം സ്നേഹമാണെന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാറാത്ത ഒരു കാര്യമാണ്. പലപ്പോഴും അതിനെ നമ്മൾ റിയലൈസ് ചെയ്യുകയും അതിനകത്ത് നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കേഷൻ സൈഡിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെയാണ് ഇവിടെ വിശുദ്ധീകരണത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം, ഹല്ലേലൂയ, ബീയിങ് സെറ്റ് അപ്പാർട്ട് ആസ് ഹോളി, ഇതെല്ലാം ഒരു അക്കംപ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്റ്റാണ്. ഇതെല്ലാം ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നോട്ട് ആൻ അച്ചീവ്മെൻറ്റ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു സൂപ്പർവൈസറായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കമ്പനിയിലെ CEO പറഞ്ഞു, പുള്ളിയെ കണ്ട് പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കിയില്ല. പുള്ളിയെ വിളിച്ചു, നിന്നെ നാളെ തൊട്ട് ഞാൻ ഡയറക്ടറായിട്ട് നിയമിക്കാനായിട്ട് പോവുക. ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ സൂപ്പർവൈസർ ആയിരുന്നു. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് പുള്ളിയെ ഒരു സുപ്രഭാതത്തിൽ പുള്ളിയുടെ വേറെ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും നോക്കാതെ കമ്പനിയുടെ CEO പറഞ്ഞു, നാളെ തൊട്ട് നിന്നെ ഞാൻ ഡയറക്ടറാക്കിയിരിക്കുകയാണ്. ഇപ്പം പുള്ളി ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആ ജോബ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ താൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും തൻ്റെ പൊസിഷൻ, തന്നെ അസൈൻ ചെയ്തിരിക്കുന്ന ആ പൊസിഷനിൽ നിന്ന് ആ പൊസിഷന് മാറ്റം ഉണ്ടാകുന്നില്ല. അൺടിൽ അതർവൈസ് CEO പുള്ളിയെ ഫയർ ചെയ്യുന്നിടം വരെ ആ ഒരു പൊസിഷനിൽ തന്നെ താൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണ്. ദിസ് ഈസ് എ പൊസിഷണൽ ഹോളിനെസ്, ദെയർ സ്റ്റാറ്റസ് ബിഫോർ ഗോഡ്. അങ്ങനെ ഒരാളെ ദൈവം ആ ഒരു പൊസിഷനിൽ വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ, ആ ഡയറക്ടർ ആ ജോലിയിലിരിക്കുകയാണ്. നാളെ കമ്പനിയിലുള്ള ഒരു മാനേജറോ അല്ലെങ്കിൽ കമ്പനിയിലുള്ള ഒരു
ഒരു നോർമൽ എംപ്ലോയിയും അദ്ദേഹത്തിന് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ തന്നെ റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പുള്ളിക്ക് വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കാം, പുള്ളി ഒരുപക്ഷെ ആ ഒരു പൊസിഷനിൽ അതിൻ്റെ ആ പൊസിഷൻ അനുസരിച്ചുള്ള മെച്യൂരിറ്റിയിലേക്ക് താൻ വളർന്നിട്ടില്ല എങ്കിൽ പോലും തന്നെ ആ ഒരു പൊസിഷനിൽ കണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവമാണ് അവനെ ആ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. ആ കമ്പനിയുടെ CEO ആണ് ആ പൊസിഷനിൽ തന്നെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവം വിശുദ്ധീകരിച്ചവനെ ആർക്ക് കുറ്റം വിധിക്കാനായിട്ട് കഴിയും. അപ്പൊ അവിടെയാണ് പൗലോസ് ഒരു വലിയൊരു ചോദ്യം നമ്മുടെ അകത്തും വരാം. ഇത്രയും മ്ലേച്ഛത നിറഞ്ഞ അവരെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പാപങ്ങളൊക്കെ ജാതികളുടെ ഇടയിൽ പോലും കാണാത്ത രീതിയിലുള്ള പാപങ്ങൾ ഉള്ള ഈ സമൂഹത്തെ എങ്ങനെയാണ് വിശുദ്ധരെന്ന് വിളിച്ച് അഡ്രസ് ചെയ്യുന്നത്? ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോൾ ടു ബി എ ഹോളി പീപ്പിൾ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കോൾഡ് സെയിൻസ്, കോൾഡ് ഹോളി വൺ. ഹല്ലേലൂയ. അപ്പം പലരും ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഈ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി കാണുന്നില്ലെന്ന്. അവരെയൊക്കെ ദേ ആർ കോൾഡ് സെയിൻസ്, കോൾഡ് ഹോളി വൺ. പക്ഷെ അവർ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് ദൈവസന്നിധിയിൽ അവർ ഓരോ ദിവസവും സമർപ്പിക്കുമ്പോൾ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ ആ പൊസിഷൻ അനുസരിച്ച് നമ്മൾ വളരണമെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ പൊസിഷൻ അവിടെ നഷ്ടപ്പെടുന്നില്ല. ദൈവം ഇപ്പോഴും നമ്മളെ ഒരു വിശുദ്ധരെന്ന് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് പൗലോസ് ഇവരെ വിശുദ്ധരെന്ന് അഡ്രസ് ചെയ്യുന്നത് നമുക്കിവിടെ 2ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ദ സ്കോപ്പ് ബിയോണ്ട് ദ കൊരിന്ത് ടു ദ യൂണിവേഴ്സൽ ചർച്ച്. ലേഖനം എഴുതിയിരിക്കുമ്പോൾ മറ്റ് കർത്താവിനെ അംഗീകരിക്കുന്ന അവരോടുകൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് തന്നെ എഴുതുന്നത്. അപ്പോൾ ഈ അഡ്രസ്സ് കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് മറ്റു ചർച്ചസിനെല്ലാം ഇന്ന് നമ്മളെയും കൂടെ ഉൾപ്പെടുത്തി പറയാം, നമുക്കും വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണിത്. ഈ അധ്യായങ്ങളൊക്കെ വായിച്ചാൽ അന്നും ദൈവസഭയിൽ ഉണ്ടായിരുന്ന അതേ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്നും അത് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഇതിനകത്തു നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗം നാം വായിച്ചു പഠിച്ച് വിടാൻ വേണ്ടിയിട്ടല്ല. ഇതൊന്ന് ചിന്തിക്കണം, ഏത് തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഏത് തരത്തിലുള്ള ഒരു മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ സഭയിൽ ഏത് തരത്തിലുള്ള ഒരു മാറ്റമാണ് ഈ ഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഈ ലേഖനങ്ങളിലൂടെ ഉണ്ടാകേണ്ടെന്നുള്ളത് വലിയൊരു തോട്ട്സ് നമ്മുടെ മുൻപിൽ ഈ വേദഭാഗം വയ്ക്കുന്നു. 3ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പൗലോസിന്റെ പല ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്ന 2 പദങ്ങളാണ്. ഒന്ന് കൃപയും സമാധാനം. ഗ്രേസ് എന്ന് പറയുന്നത് ഇസ് റെഫർ ടു ഗോഡ്സ് അൺമെറിറ്റഡ് ഫേവർ. നമുക്ക് ഒരു മെറിറ്റുമില്ല, ഇത് പ്രാപിക്കുവാനായിട്ട് ഒരു യോഗ്യതയുമില്ല. പക്ഷെ ദൈവത്തിന്റെ അൺമെറിറ്റഡ് ഫേവർ ആണ് ഗ്രേസ് എന്ന് നാം കാണുന്നത്. എന്നാൽ 2ാമത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നു, ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ സമാധാനം കൊണ്ടുവരും. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ എഴുതുന്ന പദത്തിൽ ഗ്രേസ് കഴിഞ്ഞിട്ടാണ് എപ്പോഴും പീസ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു ചിന്ത, ഗ്രേസ് ഇല്ലെങ്കിൽ പീസും ഇല്ല. ഈ ഗ്രേസിനെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ അകത്ത് ഈ പീസ്, സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പീസ് മീൻസ് ദ ഓൾനെസ്, വെൽബീയിങ്, റീകൺസിലേഷൻ വിത്ത് ഗോഡ് ആൻഡ് അതേഴ്സ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഇവൻ ഈ തുടർന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്ന ആ വിഷയത്തിനോടനുബന്ധിച്ചും പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് നിങ്ങളുള്ള ഗ്രേസ്, ആ ഗ്രേസിന്റെ ആഴം മനസ്സിലാക്കിയാൽ പലപ്പോഴും പേരൊക്കെ ഗ്രേസ് ഇടാറുണ്ട്. എന്നാൽ ഗ്രേസിന് ഭയങ്കര ഡെപ്ത് ഉണ്ട്. ഗ്രേസിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റുള്ളവരോടൊക്കെ ഉള്ള ആ ഒരു ദേഷ്യവും മറ്റുള്ളവരോടുള്ള മനോഭാവവും ഒക്കെ നമുക്ക് മാറുവാനായിട്ട് ഇടയാകും. കാര്യം നമ്മളെ നിൽക്കുന്നത് ഒരു മെറിറ്റും ഇല്ലാത്ത ദൈവത്തിന്റെ ഫേവറിലാണെന്നുള്ള വലിയൊരു ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ
നമ്മുടെ ചിന്താഗതികൾ മാറുവാനായിട്ട് ഇടയാകും. അതോടൊപ്പം തന്നെ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഇത് നിങ്ങളുടെ ഗുണമൊന്നുമല്ല, ദിസ് ഇസ് ദ ഗ്രേഷ്യസ് ഗിഫ്റ്റ്. പിന്നെ അതുപോലെ ഇവിടെ പൗലോസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മറ്റൊരു വലിയ ഫാക്റ്റാണ് ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. കർത്താവിലുള്ള നമ്മുടെ ഐഡന്റിറ്റി അത് മാറുന്നില്ല. അത് കാര്യം ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമായതുകൊണ്ട് നമുക്ക് മാറുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും ഒന്നും ഇത് മാറുന്നില്ല. കാര്യം നാം രക്ഷയിലേക്ക് വന്നാൽ നിന്റെ ഐഡന്റിറ്റി ദൈവം അവിടെ കീപ്പ് ചെയ്യുന്നു. പക്ഷേ ഹല്ലേലൂയ, നിന്നെ അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ അതിലേക്ക് വരാനുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. നമ്മുടെ വിളി ഇന്നും ആ ഡോർ ഓപ്പൺ ആണ്. ഇന്നും നമുക്ക് വളരുവാനായിട്ടുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മളെ ആ ഒരു പൊസിഷനിലേക്ക് ദൈവം വെച്ചിരിക്കുന്നു. പക്ഷേ ഇതിനെല്ലാം ഒരു ടൈമുണ്ട്. ആ ഒരു ടൈം ലിമിറ്റിനകത്ത് വെച്ച് നാം ഒരു മെച്യൂരിറ്റിയിലേക്ക് വളരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്, ആ സൈഡ് മാറുന്നില്ല. പക്ഷെ നമ്മുടെ സൈഡ് നമുക്കെപ്പോഴും നമ്മുടെ ലൈഫിനകത്ത് നോക്കിയാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ അന്നേരം ഒരു കാര്യം മറക്കരുത്, ദൈവം എന്നും അവൻ്റെ ദയ എന്നേക്കും നിലനിൽക്കുന്നു. അവൻ എന്നും മാറാതെ നിൽക്കുന്നു. അപ്പോൾ പൗലോസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത മറ്റൊരു വലിയ ഫാക്റ്റാണ് കർത്താവിലുള്ള നിങ്ങളുടെ ഐഡന്റിറ്റി. ഇത്രയും പാപങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെയും ഈ കാര്യം പൗലോസ്, ഇതിൻ്റെ അടിസ്ഥാനം പൗലോസ് വളരെ വ്യക്തമായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. 4 മുതൽ 9 വരെയുള്ള കാര്യങ്ങളിൽ പൗലോസ് ഈ സഭയെക്കുറിച്ച് നന്ദി പറയുകയാണ്, താങ്ക്സ് ഗിവിങ്. ഇതിനകത്തൊന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നമുക്കിനി എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളുടെ നടുവിലും ചില കാര്യങ്ങൾക്ക് നന്ദി പറയാനായിട്ടുണ്ട്. അല്ല, എത്ര വലിയ പ്രശ്നമെന്ന് പറഞ്ഞാലും ആ പ്രശ്നത്തിന്റെ നടുവിലും നമുക്ക് ചില കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. അതൊരു ദൈവ പൈതലിന്, ഒരു ദൈവദാസന് കഴിയേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇത് നമുക്കെല്ലാം പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞു. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, പലരുടെയും വലിയൊരു കൺസേൺ ആണ് ഈ കുഞ്ഞുങ്ങളൊന്നും പഠിക്കുന്നില്ല എന്ന് വെച്ചോ. ഒരു ഉദാഹരണം പറയാം, കുഞ്ഞുങ്ങളൊന്നും വേണ്ടതുപോലെ പഠിക്കുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത് പറഞ്ഞിങ്ങനെ ഭാരപ്പെട്ട് ആകുലപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു സൈഡ്, ആ കുഞ്ഞുങ്ങളെ ദൈവം തന്നതിനെ ഓർത്ത് നമുക്കൊന്ന് നന്ദി പറയാമല്ലോ. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഇതിനകത്ത് കൊരിന്ത്യർ ലേഖനം വാക്യം കൊണ്ട് വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഇവർ കാണിച്ച വേണ്ടാധീനങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ ഭാഷയിലാണെങ്കിൽ നമ്മൾ ആദ്യം അവിടെ തൊട്ടായിരിക്കും തുടങ്ങുന്നത്. പിന്നെ അവസാനം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 2 വാക്ക് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ആമീൻ പറഞ്ഞാലും ആദ്യം നമ്മൾ ആ വിഷയം. പക്ഷെ അന്ന് പൗലോസ് ഇവരിലുള്ള നല്ല ഗുണങ്ങളെ ആദ്യം എടുത്ത് കാണിക്കുകയാണ്. നല്ലൊരു കാര്യമാണ് നല്ല ഗുണങ്ങളെ ആദ്യം എടുത്ത് കാണിക്കുക. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് സന്തോഷം തരുന്ന ഈ വിഷയങ്ങളിലൂടെ ഒക്കെ പോകുവാണെങ്കിലും ആ വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തിട്ടുണ്ടല്ലോ, അതിനായിട്ട് നന്ദി. എനിക്ക് ആരോഗ്യത്തിനായിട്ട് നന്ദി, എനിക്ക് ഈ ഫെസിലിറ്റി തന്നതിനായിട്ട് നന്ദി. ഇതൊക്കെ ഇല്ലാത്ത അനേകരുള്ളപ്പോൾ ദൈവം ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് തന്നതിനായിട്ട് നന്ദി പറയാനുള്ളൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. അങ്ങനെ പൗലോസ് ഇവരോട് നന്ദി പറയുന്ന 1-2 കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇന്നിവിടെ ചിന്തിച്ചിട്ട് നമുക്ക് ആ ഒരു മെയിൻ പോർഷനിലേക്ക് കടക്കാം. ഇവിടെ പറയുന്നു, ഐ ഓൾവേസ് താങ്ക് മൈ ഗോഡ് ഫോർ യു ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ് ഗിവൻ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. In the midst of all our problems, we have something to thank God. Paulos ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന, I always thank my God. Hallelujah. Despite the serious problems Paul will address, he begins the genuine gratitude. It's not ഒരു ഫ്ലാറ്ററി ആയിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അതും മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾവേസ് കണ്ടിന്യൂസ് താങ്ക്സ് ഗിവിങ്, എല്ലാ ദിവസവും നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. അതിനകത്ത് 1-2 കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിരിക്കുന്നു. ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ് ഗിവൻ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് അവൻ തന്നിട്ടുള്ള ആ ഒരു ദൈവകൃപ, എൻ്റെ ദൈവത്തിന്, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ദൈവകൃപ, ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗ്രേസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവിടെയും ആ ജനത്തിൻ്റെതായ
ഒരു അവരെ ഏൺ ചെയ്ത ഒരു കാര്യമല്ല അവിടെ പറയുന്നത്. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ദൈവകൃപ, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പോൾ ജീസസ് ക്രൈസ്റ്റ്, ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് ഇവിടെ 80 പ്രാവശ്യം ഈ ലെറ്ററിൽ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും നമുക്ക് ഇപ്പോഴൊക്കെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസണൊക്കെ ആണല്ലോ. പണ്ടൊക്കെ നമുക്ക് ഈ ഹാപ്പി ക്രിസ്മസും ഒക്കെ പറയുന്നിടത്ത് ഇപ്പോൾ ക്രിസ്മസ് മാറ്റിയിട്ട് അങ്ങ് ക്രൈസ്റ്റിനെ മാറ്റി അങ്ങ് എക്സ് ആക്കിയതൊക്കെ നമുക്കറിയാം. ഇപ്പം എല്ലാം എക്സ്മസ് ആക്കി, ഹാപ്പി ഹോളിഡേസ് ആക്കി. അപ്പോൾ ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് എല്ലായിടവും അവോയ്ഡ് ചെയ്യാനുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാനൊരു ക്രിസ്മസ് കാർഡിൻ്റെ കാര്യമൊന്നും അല്ല പറയുന്നതെങ്കിലും പലപ്പോഴും ദൈവസഭകളിലും പാട്ടുകളിലും ഒക്കെ ഈ ക്രൈസ്റ്റിനെ എങ്ങനെയെങ്കിലും അങ്ങ് അവോയ്ഡ് ചെയ്ത് മാനുഷിക ഫീലിങ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുമ്പോൾ, ദൈവം കർത്താവിൽ നിന്ന് നാം മാറുമ്പോൾ, കർത്താവാണല്ലോ നമ്മുടെ ആങ്കർ, ആ ഒരു ആങ്കർ പോയിന്റിൽ നിന്ന് മാറ്റുന്ന, അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നു. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, എങ്കിലും അതൊരു റിയാലിറ്റിയാണ്. എപ്പോഴും ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരിക്കണം. നമ്മുടെ ദൈവവചന പഠനമാണെങ്കിലും നമ്മുടെ ആരാധനകളാണെങ്കിലും മെസ്സേജേഴ്സ് ഒക്കെ ആണെങ്കിലും ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡിനെ അല്ല ഞാൻ ഇവിടെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആ ഒരു ഫൗണ്ടേഷനോട് കണക്ട് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ പഠനങ്ങളും മെസ്സേജുകളും ധ്യാനങ്ങളും ഒക്കെ. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ജനത്തെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് കഴിയും. ഈ ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തോട് അടുപ്പിക്കണം. പൗലോസും അതാണ് ഈ പറയുന്നത്. അതിന് തുടർന്നുള്ള വിഷയത്തിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേറ്റ് ലീഡർഷിപ്പിലോട്ട് ജനം മാറുന്നു. അതാണ് അവിടുത്തെ ഒരു കൺസേൺ. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു. 5-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ, ഫോർ ഇൻ ഹിം യു ഹാവ് ബീൻ എൻറിച്ച്ഡ് ഇൻ എവറി വേ വിത്ത് ഓൾ കൈൻഡ് ഓഫ് സ്പീച്ച് ആൻഡ് വിത്ത് ഓൾ നോളജ്. 6-ാമത്തെ വാക്യത്തിലാണ് മലയാളത്തിൽ അത് കാണുന്നത്. പറയുന്നു, അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷിയാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അതൊക്കെ ഒരു വലിയ നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ദൈവവചനം ദൈവസഭകളിൽ കിട്ടുന്നത് വളരെ, അതിനൊക്കെ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. പൗലോസ് പറയാണ്, ദൈവം നിങ്ങളുടെ മേൽ എൻറിച്ച് ചെയ്തിരിക്കുന്ന ഈ വചനം, നിങ്ങളുടെ നോളജ്, വചനത്തിലുള്ള ആഴം, ഇതിനെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും ഒക്കെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ച ആയിരുന്നു കൊരിന്ത്യൻ സഭ. ഇതിനെയൊക്കെ ഓർത്ത് പൗലോസ് നന്ദി പറയാണ്. എന്ന് പറഞ്ഞിട്ട് ഇൻ എവറി വേ മീൻസ് നോ ഏരിയ വാസ് ലാക്കിംഗ്. എല്ലാ ഏരിയകളിലും കൊരിന്ത്യ സഭയിൽ ഒരു സമൃദ്ധി ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഇരിക്കുന്നവരൊക്കെ മലയാളികളാണല്ലോ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല ലാംഗ്വേജസിലുള്ള, പല കമ്മ്യൂണിറ്റിയിലുള്ള, പല ഭാഷക്കാരോടുള്ള ഫെലോഷിപ്പിലൊക്കെ കുറച്ച് എങ്കിലും അറ്റൻഡ് ചെയ്യുവാനായിട്ടും അവരോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുവാനും ഒക്കെ ഇടയായതിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മലയാളത്തിലെ പ്രാസംഗികർ അവർ പ്രസംഗിക്കുന്ന വചനത്തിൻ്റെ ആഴങ്ങളും ഒക്കെ വളരെ റെയറായിട്ടാണ് മറ്റ് ഭാഷകളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ നാം കേൾക്കാറുള്ളത്. വളരെ നോളജബിൾ ആയിട്ടുള്ള ഇൻഡെപ്ത് വചനത്തിൻ്റെ റെവലേഷൻസ് ഉള്ള പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഞാനൊരു കമ്മ്യൂണിറ്റിയെ പൊക്കി പറയുകയല്ല, പക്ഷേ എന്നാലും അതുപോലെ തന്നെയാണ് ഈ കൊരിന്ത്യ സഭയിലും. കൊരിന്ത്യ സഭയിൽ ഇതുപോലെ എലോക്വൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സൊക്കെ ഉള്ളപ്പോഴും അവിടെ നടന്ന ഇമോറാലിറ്റീസിനൊന്നും, അല്ലെങ്കിൽ അവിടെ നടന്ന മ്ലേച്ഛതയ്ക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ വചനമൊക്കെ എത്ര പ്രസംഗിച്ചാലും, വചനത്തിൻ്റെ പരിജ്ഞാനമൊക്കെ നമുക്ക് എത്ര ലഭിച്ചാലും, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനമായിട്ട് വന്നില്ലെങ്കിൽ, ഇതിന് വളരെ ഒരു സീരിയസ് ആയിട്ട് ഒരു അറ്റംപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഇത് ഒരു പ്രയോജനം കാണത്തില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറത്തില്ല എന്നുള്ള ഒരു സത്യവും
ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് പറയുന്നു, വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് സ്പീച്ച് ആൻഡ് വിത്ത് ഓൾ നോളജ്. ഹല്ലേലൂയ. Speech, logos, and knowledge was highly valued in Greek culture. അപ്പോൾ ഇതിനെയൊക്കെ അവർ ഭയങ്കര പ്രൈഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭയായിരുന്നു. എന്നാലും അവരോട് പറയുന്നു, പോൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഇതിനെയൊക്കെ ഉണ്ടായിട്ട്, ഇത്രയും ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ നിങ്ങളുടെ ചർച്ചസിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടു. അതിൻ്റെ മലയാളത്തിൽ 5-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ, അവർ ടെസ്റ്റിമണി അബൌട്ട് ക്രൈസ്റ്റ്. എൻ്റെ 6-ാമത്തെ വാക്യത്തില് ഇംഗ്ലീഷിൽ എങ്ങനെ ഇരിക്കുന്നു, ഗോഡ് ഡസ് കൺഫോമിങ് അവർ ടെസ്റ്റിമണി അബൌട്ട് ക്രൈസ്റ്റ് അമോങ് യു. പോൾസ് മെസ്സേജ് എപ്പോഴും ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരുന്നു. ദൈവത്തിന്റെ, യേശുവിന്റെ അതിനകത്ത് ആങ്കേർഡ് ആയിട്ടായിരുന്നു പോളിന്റെ മെസ്സേജസ് എല്ലാം. ഇപ്പൊ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ദൈവവചനവും, എന്നിട്ട് സ്പിരിറ്റ് എംപവർമെന്റ് ഓഫ് കൊരിന്ത്യൻസ് വാലിഡേറ്റഡ് ദിസ് മെസ്സേജ്. അപ്പം പൗലോസ് പറയുന്നത്, ഞാൻ അവിടെ നിന്ന സമയത്ത് നിങ്ങളോട് സംസാരിച്ച ദൈവവചനം, ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ദൈവവചനവും സ്പിരിച്വൽ ഹോളി സ്പിരിറ്റ് എംപവർമെന്റിനെ കുറിച്ചുള്ള വചനങ്ങളുടെയൊക്കെ ഒരു അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ലഭിച്ചത് എന്നുള്ളതാണ് പൗലോസ് അവിടെ പറയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് therefore do not lack any spiritual gift as you eagerly wait for our Lord Jesus to be revealed. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പോള് അവരെ പ്രൈസ് ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നത്. പോൾ ഈസ് ഇൻ പ്രൈസിങ് ദം ഫോർ ആൻ അച്ചീവ്മെന്റ്, ബട്ട് ഹി ഈസ് മേക്കിംഗ് എ fact, he is stating a fact that God had fully equipped you. It's again അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോൾ ഇവിടെ ദൈവത്തിന് കൊടുക്കുകയാണ്. നിങ്ങൾ കേട്ട ദൈവവചനവും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഇമ്പാക്റ്റ്, ഈ ദൈവസഭയെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം നിങ്ങളെ ഫുള്ളായിട്ട് എക്യുപ്പേ ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് നിങ്ങളെ എക്യുപ്പേ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട്. ആസ് യു ഈഗർലി വെയിറ്റ്, ഏർലി ക്രിസ്ത്യൻസ് ലീവ്ഡ് ഇൻ ഈഗർ ആൻറ്റിസിപ്പേഷൻ ഓഫ് ക്രൈസ്റ്റ് റിട്ടേൺ. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള വലിയൊരു എക്സ്പെക്ടേഷനിലായിരുന്നു അവർ ആയിരുന്നത്. ഇപ്പം നമ്മുടെ ലൈഫിലും നമുക്ക് തരുന്ന ദൈവവചനവും നമുക്ക് വരുന്ന ആ കൃപാവരങ്ങളുമൊക്കെ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു ഇമ്പാക്റ്റ്, നമ്മളെ എക്യുപ്പൈ ചെയ്യേണ്ടത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുവാൻ, മറ്റുള്ളവരെ ഒരുക്കുവാനായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ കാരണമായി തീരണം എന്നുള്ളത് ഒരു ഫാക്റ്റ് പൗലോസ് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹി വിൽ ഓൾസോ കീപ് യു ഫേം ടു ദ എൻഡ് so that you will be blameless on the day of our Lord Jesus Christ. ഇവിടെയും പൗലോസ് പറയുന്ന ഒരു കാര്യം, ദൈവമാണ്, ഹി വിൽ ഓൾസോ കീപ് യു ഫേം, ദൈവമാണ് നിങ്ങളെ ഉറപ്പോടെ നിർത്തുന്നത്. അല്ല നിങ്ങളുടെ ഈ കൃപാവരങ്ങളുടെ ജ്വലനമോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അന്യഭാഷയോ, നിങ്ങളുടെ ഈ വചനത്തിനകത്തുള്ള നിങ്ങളുടെ ആഴമോ ഒന്നുമല്ല. അതിനെല്ലാം ഉപരിയായിട്ട് ദൈവമാണ് നിങ്ങളെ നിർത്തുന്നത്. ദിസ് ഇസ് എ പ്രോമിസ് ഓഫ് perseverance based on God's faithfulness, not human strength. ദൈവസഭ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ എത്ര വളർന്നാലും, എത്ര ആത്മീയമായിട്ട് വളർന്നാലും, എത്ര അത്ഭുതങ്ങൾ ഇതിനകത്ത് നടന്നാലും, എപ്പോഴും ഒരു കാര്യം നമ്മുടെ അകത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമാണ് നമ്മളെ നിർത്തുന്നത്. ദൈവത്തിന് മാത്രമേ നമ്മളെ അവസാനത്തോളം ഉറപ്പിച്ച് നിർത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവിൻ്റെ 2-ാമത്തെ വരവ് വരെ നിൽക്കണമെന്നുള്ളതാണ് അതേ ആഗ്രഹത്തിൽ, അതേ തീഷ്ണതയിൽ, അതേ കമ്മിറ്റ്മെന്റിൽ നിൽക്കണമെന്നുള്ളതാണ് ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി. അതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ശ്രദ്ധിച്ചാൽ, കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന്. അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത് നോട്ട് സിൻലെസ് ബട്ട് അൺഅക്യൂസബിൾ. കുറ്റമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ബിലീവേഴ്സ് വിൽ സ്റ്റാൻഡ് ബിഫോർ ഗോഡ് വിത്തൗട്ട് valid charge against them because of Christ's righteousness.
ദൈവത്തിൻ്റെ ആ നീതീകരണം കാരണമാണ് നമുക്ക് ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായിട്ട് നിൽക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലെ നല്ല പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ഒന്നും നമുക്ക് ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായിട്ട് നിൽക്കാനായിട്ട് കഴിയത്തില്ല. നമ്മളെ കുറ്റമില്ലാത്തവരായിട്ട് നിർത്തുന്നത് ദൈവത്തിൻ്റെ ആ വലിയ കരുണയാണ്, ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ക്രൂശ് മരണമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം എപ്പോഴും പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ, കർത്താവിൻ്റെ ക്രൂശിൽ ആശ്രയിക്കാതെ, പൂർണ്ണമായും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് വീണ്ടും ജനിക്കാതെ ഒരിക്കലും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പുതിയ രക്ഷ, രക്തത്താൽ തുറക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്താൽ തുറക്കപ്പെട്ട ഒരു പുതിയ വാതിൽ, പുതിയ രക്ഷ, പുതിയ വഴി, അതാണ് നമ്മളെ പെർഫെക്ഷനിലേക്ക് അല്ലെങ്കിൽ റൈച്ചസ്നെസ്സിലേക്ക് നടത്തുന്ന ഒരു കാര്യം. ഹല്ലേലൂയ. പോകട്ടെ, 9ാമത്തെ വാക്യത്തില് വീണ്ടും God is faithful who called you into fellowship with the Son Jesus Christ our Lord. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, ക്രിസ്തുവില് God is faithful. രണ്ട്, who has called you. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ വിളി, ആ ഇൻവിറ്റേഷൻ ഇന്നും ഓപ്പൺ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്? ഒരു ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഫെലോഷിപ്പ്, ആ ഒരു കൂട്ടത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിനോടുള്ള ഫെലോഷിപ്പ്, മറ്റ് വിശ്വാസികളോടുള്ള ഫെലോഷിപ്പ്, ഇത് നമ്മുടെ വിളിയുടെ ഒരു പാർട്ടാണ്. നമുക്ക് തുടർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ അതിനകത്ത് അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് പൗലോസ് വളരെ സ്ട്രോങ് ആയിട്ട് താൻ പറയുന്ന ഒരു കാര്യം. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നു, I appeal you, brothers and sisters, in the name of our Lord Jesus Christ, that all of you agree with one another in what you say, and there is no divisions among you, that you be perfectly united mind and thought. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു ഫെലോഷിപ്പിനായിട്ടാണെന്ന് പൗലോസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം പൗലോസ് പറയുന്ന വലിയൊരു കാര്യമാണ്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ അപ്പീൽ ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ ആത്മീയ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഈ ഭിന്നത എന്ന് പറയുന്ന ഒരു കാര്യം, ഇത് ദൈവസഭകളെ നശിപ്പിക്കുവാനായിട്ട് ഇടയാകും. ദൈവസഭകളിൽ വലിയ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പദ്ധതിയിൽ നിന്ന് നമ്മളെ നശിപ്പിച്ച് കളയുവാനായിട്ട് ഇടയാകും. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയായിരുന്നു, ഈ പൗലോസ് തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ഈ സഭ സ്ഥാപിക്കുകയും തൻ്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ ഈ സഭയിൽ ഭിന്നതയുണ്ട് എന്ന് കേൾക്കുമ്പോൾ, അവിടെ നിന്ന് ഇത്രയും സീരിയസ് ആയിട്ട് താൻ ലെറ്റർ എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് വളരെ 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 സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. കാര്യം ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫൗണ്ടേഷനെ തകർത്താൽ നമുക്ക് മുന്നോട്ടുള്ള പോക്ക് വലിയ വലിയ പ്രശ്നമായിട്ട് മാറും. ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ ആ സീരിയസ്നെസ് പൗലോസ് ഇവിടെ തൻ്റെ ഈ ലെറ്ററിൽ എടുത്തു കാണിക്കുകയാണ്. ഹി വെന്റ് ടു സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന no schemes were literally tears and split the fabric. ഇവിടെ പറയുന്നു, ഒരു വസ്ത്രം വലിച്ചു കീറുന്നത് പോലെ ദൈവസഭ വലിച്ചു കീറപ്പെടുന്നു. ഹല്ലേലൂയ. ഇതൊരു അവരുടെ ഇടയിലുള്ള ഒരു എഗ്രിമെന്റ്, ഡിസഗ്രിമെന്റിനെ കുറിച്ചല്ല പറയുന്നത്. പകരം ഇവിടെ പറയുന്നത് ഇത് വലിയൊരു ദുഷ്ടന്റെ വലിയൊരു പദ്ധതിയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് തന്നെ ആകണമെന്നില്ല, എല്ലാവരും ചിന്തിക്കുന്നത് ഒരുപോലെ ആകണമെന്നില്ല, എല്ലാവരുടെയും മെച്യൂരിറ്റി ലെവൽ ഒരുപോലെ ആകണമെന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ഒരുപോലെ ആകണമെന്നില്ല. ഇപ്പൊ ഇതിനകത്തൊക്കെ നമുക്ക് ചിലപ്പോൾ എല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടാകത്തില്ല. പക്ഷേ ദൈവസഭയില് ഒരു കാരണവശാലും ഇതെല്ലാം ഞാൻ പറയുന്നത് തന്നെ നടക്കാമോ അങ്ങനൊന്നുമില്ല. എല്ലാ കാഴ്ചപ്പാടുകളും ഉള്ളവരുണ്ട്. പക്ഷെ അതിൻ്റെ നടുവില്
ഇതിനകത്ത് ഒരു തരത്തിലും ഒരു ഡിവിഷന് ഒരു ചാൻസ് കൊടുക്കരുത്. കാര്യം ഡിവിഷൻ എവിടെ ചാൻസ് കൊടുത്തോ അവിടെ പിശാച് കളിക്കും. ഹല്ലേലൂയ. ഒരു വാക്കിലായാലും പ്രവൃത്തിയിലായിക്കോട്ടെ, എവിടെ ഡിവിഷന് ഒരു സാധ്യത കൊടുത്താൽ ഹല്ലേലൂയ അവിടെ പിശാച് കളിക്കുവാനായിട്ട് ഇടയാകും. അവിടെ പറയുന്ന മത്തായിയുടെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം റീസ്റ്റോർഡ് ഓർ മെന്റഡ്. ഇവിടെ ശിഷ്യന്മാര് മീൻ പിടിച്ച് കഴിഞ്ഞ ശേഷം അവിടെ എന്ത് സംഭവിച്ചു? മീൻ പിടിച്ചൊക്കെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട് ഈ വലയിലൊക്കെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടാകും. അടുത്ത ഒരു മീൻപിടുത്തത്തിന് പോകുന്നതിന് മുമ്പ് ഇവർ ചെയ്യുന്ന ഒരു കാര്യം ഈ വല നന്നാക്കും. അതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നാവണം, അത് റിപ്പയർ ചെയ്യപ്പെടണം. ഹല്ലേലൂയ. അതിനെ യുണൈറ്റ് ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിയണം. ഹല്ലേലൂയ. അതിപ്പം മറ്റാർക്കും നടക്കത്തില്ല. അത് വ്യക്തിപരമായിട്ട് ഹല്ലേലൂയ നമുക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഡോണ്ട് എക്സ്പെക്ട് എനിബഡി ടു കം ആൻഡ് ഡു ഇറ്റ്. യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങളുടെ ഹൃദയത്തിനകത്തെ ഗ്യാപ്സുകൾ, ഹൃദയത്തിനകത്തെ വിള്ളലുകൾ ഒക്കെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അതിനെ ഒന്ന് യുണൈറ്റ് ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. അവിടുത്തെ മെയിനായിട്ട് വിള്ളലിന്റെ ഒരു കാരണം പറയുന്നത് ഇവിടെ മറ്റൊരു ഭവനക്കാരനാണ് പൗലോസിനോട് വന്ന് പറഞ്ഞത്. ഹി ഇൻഫോംഡ് മീ. പൗലോസ് വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് പറയാണ്, ഇന്ന ആള് എന്നോട് ഒന്ന് പറഞ്ഞു. ഇപ്പൊ എന്നോടെങ്ങാണായിരുന്നെങ്കിൽ ഞാനത് പറയത്തേ ഇല്ലായിരുന്നു, ഇന്ന ആള് പറഞ്ഞു എന്ന്. അവിടെ പക്ഷെ പൗലോസ് അവിടെ ഒരു ട്രാൻസ്പാരൻസി കീപ്പ് ചെയ്യുകയാണ്. അത് മാത്രമല്ല ആ ഒരു വിഷയത്തിനകത്ത് പുള്ളി റിയാക്ട് ചെയ്യുന്നത് എന്നെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ 4 പാർട്ടികളാണ് അവിടെ ഉള്ളത്. 4 പാർട്ടികളായി. ഒന്ന് പൗലോസിന്റെ പാർട്ടി. പൗലോസ് അവിടെ നിന്ന് പോയതിന് ശേഷമാണ് അപ്പൊല്ലോസ് അവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊല്ലോസിന്റെ കാര്യമൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് പഠിക്കാൻ കഴിയും. നല്ലൊരു പ്രാസംഗികനായിരുന്നു. അതുകൊണ്ട് അക്വിലാസിന്റെയും പ്രിസ്കില്ലയുടെയും ഒക്കെ കൂടെ നിന്ന് താൻ ദൈവവചനം പിന്നെയും സൂക്ഷ്മമായി പഠിക്കുകയും ദൈവത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ച് താൻ കൊരിന്ത്യയിൽ പോയി ശുശ്രൂഷ ചെയ്ത ഒരു ദൈവദാസനാണ്. അപ്പൊ ഈ ജനം ഈ 4 വിഭാഗത്തായിട്ട് അങ്ങ് തിരിഞ്ഞു. ഒരാള് പൗലോസിന്റെ കൂട്ടത്തിൽ കയറി. രണ്ടാമത്തെ ടീം പറഞ്ഞു, ഞങ്ങള് അപ്പൊല്ലോസിന് അല്ലയായിട്ട് പ്രസംഗിക്കാൻ അറിയാം, അതുകൊണ്ട് ഞങ്ങൾ അപ്പൊല്ലോസിന്റെ കൂടെ കയറുകയാണ്. അപ്പോഴാണ് നമ്മുടെ കേഫാവിനെ പിടിച്ച് കുറച്ച് പേര്, അതൊക്കെ ആണെങ്കിൽ നമ്മുടെ ജെറുസലേമിലുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം വെച്ചിട്ട് കുറച്ച് പേര് പറഞ്ഞില്ല, ഞങ്ങൾ പത്രോസിന്റെ കൂട്ടുകാരാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾ ഈ അടിക്കും പിടിക്കൊന്നുമില്ല, ഞങ്ങൾ കർത്താവിന്റെ കൂട്ടത്തില്ല, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇങ്ങനെ ഒരു 4 കൂട്ടർ അവിടെ ഉണ്ടായി. അപ്പൊ ഇത് ഒരു ഡോക്ട്രിനൽ ഡിസ്പ്യൂട്ട് അല്ല. ഇതിപ്പം മദർ മേരിയെ ചൊല്ലിയുള്ള വഴക്കോ മറ്റ് വിശുദ്ധന്മാരെ ചൊല്ലിയുള്ള വഴക്കമൊന്നുമല്ല. ഇവരെല്ലാം വിശ്വസിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ അന്നേരം അവിടെ ഒക്കെ ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചർച്ചസിലൊക്കെ കാണാമില്ല, തിരുവല്ല എല്ലാം ഒരെണ്ണം, തൃശ്ശൂര് വേറൊരു ഗ്രൂപ്പ്, പിന്നെ കൊല്ലം തിരുവനന്തപുരം വേറൊരു ഗ്രൂപ്പ്, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ചർച്ചിനകത്തൊരു ഭിന്നത ഉണ്ടാക്കുന്ന ഒരു വലിയ വ്യാപാരം. അത് വളരെ സീരിയസ് ആയിട്ട് ദൈവസഭകൾ ഈ കാലഘട്ടങ്ങളിൽ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അനേക വിഷയങ്ങൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അനേക വീഡിയോകൾ ഞാൻ കാണാറില്ല, എങ്കിലും ഞാൻ പറഞ്ഞു കേട്ടതനുസരിച്ച് വലിയ വലിയ നാണക്കേട്, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഇൻറ്റഗ്രിറ്റിയെ തന്നെ തളർത്തുന്ന, ഇൻറ്റഗ്രിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അനേക വിഷയങ്ങൾ നമ്മുടെ ചുറ്റിൽ നടക്കുന്നു. അതിനെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പൗലോസ് രണ്ടാമത് ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൂശിക്കപ്പെട്ടില്ല. വാസ് പോൾ ക്രൂസിഫൈഡ് ഫോർ യു? ഞാനല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൂശിൽ മരിച്ചത്, അത് ക്രിസ്തുവാണ്. അപ്പൊ ഇത് ക്രിസ്തുവിന്റെ സഭയാണ് എങ്കിൽ ഹല്ലേലൂയ, ഇതിനകത്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏത് വിഭാഗത്തിൽ ചേരണമെന്നൊന്നും അല്ല പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ ആ ഭിന്നത
ഉണ്ടാകരുത്. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകരുത്. അതിന് 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് 2 ഉദാഹരണങ്ങൾ എഴുതുന്നു. അതെല്ലാം വിവരിച്ച് പറയാൻ എനിക്ക് സമയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അല്പസമയം നമുക്ക് ഡിസ്കഷനായിട്ട് ക്വസ്റ്റ്യനായിട്ട് വിടേണ്ടത് കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ അധികം പേരെ സ്നാനപ്പെടുത്താത്തത് കൊണ്ട്. അതുവരെ ഞാൻ സ്നാനപ്പെടുത്തില്ല. ഞാൻ 2 പേരെ സ്നാനപ്പെടുത്തിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. കാര്യം ഒരു ദൈവദാസനെ സംബന്ധിച്ച് തൻ്റെ ആ കാഴ്ചപ്പാട് ഒന്ന് മനസ്സിലാക്കണം. തന്നെ സംബന്ധിച്ച് മറ്റുള്ളവർ കാണുന്നത് പോലെ ആയിരിക്കത്തില്ല ആ ദൈവദാസൻ കാണുന്നത്. തൻ്റെ കാഴ്ചപ്പാടില് തനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു കാര്യമാണ് അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ കൊരിന്ത്യ സഭയായിട്ട് ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ലല്ലോ, അവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള ചിന്താഗതി അല്ല പൗലോസിനുള്ളത്. പൗലോസിന്റെ ഹൃദയം അതിനകത്ത് നീറുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഒക്കെ എത്രത്തോളം ഇതൊക്കെ കണ്ട് രസിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഈ വിശ്വാസത്തിൽ തന്നെ ഉള്ളവർ അതൊക്കെ കണ്ട് ഭയങ്കര ആവേശം, അതൊക്കെ കാണാനും വായിക്കാനും. പക്ഷെ നമ്മുടെ ചിന്താഗതി ഏതാണ്? ഒരു പൗലോസിന്റെ ആ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് നമ്മുടെ ഹൃദയം നീറും, ഹൃദയം വിഷമിക്കും. കാര്യം ഇതിനകത്ത് നല്ല ഒരു മെജോറിറ്റി ഗ്രൂപ്പ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്നുള്ള ഭിന്നത, വിഭജനം. നമ്മൾ അവിടുന്ന് വന്നു, നമ്മൾ ഇവിടുന്ന് വന്നവരുടെ ഗ്രൂപ്പത്തിൽ ഒരു വിഭജനം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന കാറ്റഗറി എന്ന് വിശ്വാസത്തിൽ വന്നവരുടെ പേരിലുള്ള ഒരു വിഭജനം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ലീഡർഷിപ്പിന്റെ പേരിലൊരു വിഭജനം. എല്ലാം പറഞ്ഞങ്ങ് വിഭജിക്കുക. ഒരാൾക്ക് പ്രസംഗിക്കാൻ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് വേറൊരാളുടെ ഒരു വിഭജനം. എല്ലായിടവും ഹല്ലേലൂയ. ഇത് നമ്മുടെ അകത്ത് വളരെ സീരിയസ് ആയിട്ട് ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്നാൽ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ പണ്ടൊക്കെ വിചാരിക്കുമായിരുന്നു ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന്. പക്ഷെ ഈ ഭാഗം ഒന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തും വന്നൊരു ചിന്ത, അത് ഒരു അപ്പന്റെ ഹൃദയമുണ്ടെങ്കിൽ, ആ പൗലോസിന്റെ ഹൃദയം ഉണ്ടെങ്കിൽ, താൻ സ്ഥാപിച്ച ഒരു സഭ അവിടെ നടക്കുന്ന ആ ഒരു വിഷയങ്ങളുടെ നടുവിൽ താൻ അതിനെ പ്രതികരിക്കാതിരിക്കുകയല്ല, തൻ്റെ ഹൃദയത്തിന്റെ വേദന അവരെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ കാര്യത്തിൽ നമുക്കൊരു വേദനയുണ്ട്, ഈ കാര്യത്തിൽ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ കൂടെ ഹല്ലേലൂയ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ട് എന്ന ഒരു കാര്യം നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഹല്ലേലൂയ അതിനകത്ത് 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണിക്കുന്നു: സ്നാനം കഴിപ്പിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. അവിടെയും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ അയച്ച ഒരു ദൈവമുണ്ട്, എന്നെ അയച്ച ഒരു പർപ്പസ് ഉണ്ട്. 2 കാര്യങ്ങൾ മറക്കരുത്. നിങ്ങളെ അയച്ചതാരാണെന്നും അയച്ചത് എന്തിനാണെന്നും മറക്കരുത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് ബാക്കി ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങളെ അയച്ചത് എന്തിനാണെന്നും അയച്ചതാരാണെന്നും മറക്കരുത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാക്കാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും. പൗലോസ് ഒരിക്കലും തൻ്റെ വാക്കിന്റെ ഇതുകൊണ്ടോ തൻ്റെ പ്രസംഗത്തിന്റെ വൈഭവം കൊണ്ടോ ജനത്തെ തന്നോടടുപ്പിക്കുവാനായിട്ട് താൻ ഒരിക്കലും ശ്രമിച്ചില്ല. തൻ്റെ പ്രസംഗങ്ങളും തൻ്റെ ശുശ്രൂഷകളും ഒക്കെ ക്രിസ്തുവിനോടുകൂടെ ജനത്തെ അടുപ്പിക്കുന്നതായിട്ട് മാറുവാനായിട്ടിടയായി. ഹല്ലേലൂയ. വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ പൗലോസ് ഇവിടെ അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം, ആ കാലത്തിൽ പൗലോസ് അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം, ഈ സെലിബ്രേറ്റി ലീഡർഷിപ്പ് വാക്ചാതുര്യത്താൽ ജനത്തെ കൂടെ നിർത്തുകയും, അതിന്ന് ഒരു പക്ഷേ മിനിസ്ട്രിയുടെ പേരിലായിരിക്കാം. പക്ഷെ ഇതെല്ലാത്തിനകത്തും പൗലോസ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ തന്നെ അറിയാതായിരിക്കും ഒരുപക്ഷെ ചെയ്യുന്നത്, പക്ഷേ ദൈവസഭയെ ഡിവൈഡ് ചെയ്യുകയാണ്. ദൈവസഭയെ ഡിവൈഡ് ചെയ്യുന്നത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഡിവിഷൻസ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് ദൈവത്തിന്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിച്ച 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്. 2, ദൈവം നമ്മളെ വിളിച്ചത്, ഈസ് ഫെയ്ത്ത്ഫുൾ. ഈവൻ നമ്മുടെ ഹ്യൂമൻ ഫെയിലേഴ്സ് ഒക്കെ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും ഈ സ്റ്റിൽ ഫെയ്ത്ത്ഫുൾ. ദൈവസന്നിധിയിലേക്ക് പിന്നെയും അടുത്തു വരുവാൻ, പിന്നെയും ആ നിത്യതയിൽ നമ്മളെ തന്നെ ഒരുക്കുവാൻ
ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കൊരു മടങ്ങി വരവ് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നും വാതിൽ അവൻ തുറന്നിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം നമ്മുടെ വിളിച്ച ആ ഒരു പദവിയിൽ നിന്ന് ദൈവം നമ്മളെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. മറ്റുള്ളവർ നമ്മളെ കുറച്ച് കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതേ നാണയത്തിന്റെ മറ്റൊരു സൈഡാണ് ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് നാം ഉയരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് നാം ചിന്തിച്ചത് യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. അതിനകത്ത് വലിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഏത് ദേശത്താണെങ്കിലും ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആരാണെന്നും നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണെന്നും നിങ്ങൾ അറിഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നിൽക്കും. നിങ്ങളെ ഏത് മരുഭൂമിയിലും പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, കർത്താവിൻ്റെ കൂടെ നിന്നാൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ ഒരു പർപ്പസിനകത്ത് നിന്നാൽ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി പോകത്തില്ല. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ.